സോളാർ കേസ് വീണ്ടും വെള്ളിത്തിരയിലേക്ക്. ബി ഉണ്ണികൃഷ്ണൻ നിവിൻ പോളി ചിത്രം പ്രതിച്ഛായ ചർച്ചയാകുന്നു. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം പ്രതിച്ഛായയെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സോളാർ കേസുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുങ്ങുന്നതെന്ന സൂചനകൾ വലിയ ആകാംക്ഷയാണ് ജനിപ്പിക്കുന്നത്. മലയാള സിനിമയിൽ രാഷ്ട്രീയ വിവാദങ്ങൾ പ്രമേയമാകുന്നത് പുതിയ കാര്യമല്ലെങ്കിലും പ്രതിച്ഛായ എന്ന ചിത്രം പ്രഖ്യാപനം മുതൽക്കേ വാർത്തകളിൽ നിറയുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതവും സോളാർ കേസുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുവതാരം നിവിൻ പോളി നായകനാകുന്ന ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെക്കുറിച്ച് പല വിധത്തിലുള്ള ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന്റെ രാഷ്ട്രീയ ജീവിതത്തോട് സാമ്യമുള്ള അല്ലെങ്കിൽ സോളാർ വിവാദ കാലത്ത് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു കഥാപാത്രമാണോ നിവിൻ പോളിയുടേത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. നിവിൻ മകനോ അതോ വില്ലനോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഭരണകൂടത്തിന് അകത്തുനിന്നോ പുറത്തുനിന്നോ ഉള്ള ഒരു പോരാളിയായാണോ നിവിൻ എത്തുന്നത് എന്നതും സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നു. ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തെക്കുറിച്ചും കൗതുകകരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. സോളാർ കേസിലെ വിവാദ നായകരോ അല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലെ ഏതെങ്കിലും പ്രമുഖ മന്ത്രിയുടെ സ്വഭാവ സവിശേഷതകളുള്ള കഥാപാത്രമാണോ വില്ലനായി വരുന്നത് എന്ന കാര്യത്തിൽ നിഗൂഢത തുടരുന്നു. കേരള രാഷ്ട്രീയത്തിലെ യഥാർത്ഥ സംഭവങ്ങളെ എത്രത്തോളം ആഴത്തിൽ സിനിമ സ്പർശിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ സംഭവങ്ങൾ, സോളാർ കേസും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ഭൂചലനങ്ങളും സിനിമയുടെ നട്ടെല്ലാവുന്നു. രാഷ്ട്രീയ ത്രില്ലറുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ബി ഉണ്ണികൃഷ്ണനുള്ള മികവ് പ്രതിച്ഛായയ്ക്ക് മുതൽക്കൂട്ടാകും. ഉണ്ണികൃഷ്ണൻ്റേത് തന്നെയാണ് സിനിമയുടെ തിരക്കഥയും. ശക്തമായ ഒരു രാഷ്ട്രീയ വേഷത്തിലൂടെ നിവിൻ പോളിയുടെ വൻ തിരിച്ചുവരവാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.